ന- ന- വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് ഷഹബാസ് പോയതെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല. എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എംജാൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ഓരോ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനൽ വഴി കാണുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇത് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ്. ഷഹബാസിൻ്റെ മരണമല്ലേ, എന്താ പറയുക, ഭയങ്കര തീരാ നോവായിട്ടുള്ളൊരു തന്നെയാണ്. ഷഹബാസിന് ആ മോനെക്കുറിച്ച് പറയണം, എല്ലാവരും പറയുന്ന ആ വാക്കുകൾ കണ്ടില്ലേ, നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആ ഒരു പൊന്നു മോനെയാണെന്ന് ഈ ലോകത്തുനിന്ന് ഒരു നാരദന്മാർ തന്നെ എന്ന് പറയും, ആ നാരദന്മാർ പറിച്ചെറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നിയമത്തിന് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നാണ്. അവർക്ക് കാശുള്ളത് കൊണ്ട്, അപ്പോൾ കാശില്ലാത്തവർക്ക് ഇനി ലോകത്ത് ജീവിക്കണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്? നമ്മൾ മക്കളെ വളർത്തുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കൊല്ലുക, അതൊക്കെ ഇത് വെറും 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പൊന്നുമോൻ, അവൻ എക്സാം എഴുതേണ്ട, മറ്റുള്ള കുട്ടികളെപ്പോലെ അവനും എക്സാം എഴുതേണ്ട ഒരു പൊന്നുമോനാണ്. ആ പൊന്നുമോനാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആ ഉപ്പാക്കും ഉമ്മാക്കും എന്താണ് നിയമം പറയുക. ആ നിയമം രക്ഷിക്കേണ്ട നിയമം തന്നെ, സംരക്ഷിക്കേണ്ട നിയമം തന്നെ ഇപ്പോൾ എന്താ പറയുക, ആ മറ്റുള്ളവൻ്റെ കൂടെ ഇവനെ കൊല്ലാൻ, ഷഹബാസിനെ കൊല്ലാൻ വന്ന ആ മറ്റു ആളുകൾ ഇപ്പോൾ അവർ സുഖമായിട്ട് എക്സാം എഴുതുകയാണ്. ഈ മോനും അപ്പോൾ എക്സാം എഴുതേണ്ട ആ മോനായിരുന്നില്ലേ? ഈ നാരദന്മാരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്. വേറൊരു പൊന്നുമോൻ പൊട്ടിക്കരയുന്ന ആ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ട് ചങ്ക് തകരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ന്യൂസിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. നല്ലൊരു മോനാണ്, പിന്നെ നിഷ്കളങ്കനായ ഒരു മോന്. പഠിപ്പിലാണെങ്കിലും വേണ്ടാത്തൊരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്തൊരു കുട്ടിയാണ്. ഒരു ഒന്നുമില്ല, ലഹരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ, വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു നല്ല കുട്ടികളാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഷഹബാസ്. പഠനത്തിൽ മിടുക്കൻ, നന്നായി ഫുട്ബോൾ കളിക്കും. ഷഹബാസിനെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാതെ വിതുമ്പുകയാണ് കൂട്ടുകാർ. തല പെരുക്കുന്ന ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കഴിക്കും, ആ തിണ്ണമ്മ കിടന്ന് കുറേ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവനെ കൂടെ ഉള്ളവനെ ചോദിച്ചപ്പോൾ തല്ല് കിട്ടി, അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണോ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ പേര് തന്നെയാണ് അധികം ഉണ്ടാവല്. ഞാൻ മുമ്പ് കേട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ പേര് ഉണ്ടാവേണ്ടതിന് എപ്പോഴും കളിക്കാൻ പോവുകയാണെങ്കിലൊക്കെ ഞങ്ങളെ പേരും പോയിട്ട് ഞങ്ങളാരും കേട്ടിട്ട് തന്നെയല്ല ഇങ്ങനെ തല്ലിനൊക്കെ പോകേണ്ടത്. ആരുടെയും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിൽ. ഷഹബാസിന് 3 അനുജന്മാർ കൂടിയുണ്ട്. അച്ഛനും അമ്മയും 4 മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കൂലിപ്പണിക്കാരനായ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ മുന്നോട്ടുള്ള വെളിച്ചമാണ് കെട്ടുപോയത്. എന്നെ വിളിച്ചിനു, അപ്പോൾ ഞാൻ പറഞ്ഞ് തല്ലിന് പോണ്ടെന്നൊക്കെ പറഞ്ഞു. ആത്തിനേല് തല്ല് ഉണ്ടാവില്ലേയും. 2 ആളുണ്ട് ചങ്ങായിമാരാണ്, അടുത്തടുത്ത ചങ്ങായിമാരാ. ഷഹബാസിന്റെ മൃതദേഹം തറവാട്ട് വീട്ടിലും കെടവൂർ മദ്രസയിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരത്തോടെ കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമാണ് ഈ വീട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ വീട് പണിതീരാതെ ഇട്ടിരിക്കുന്നത്. പഠിച്ച് ജോലി വാങ്ങി അച്ഛന് താങ്ങാവുക എന്നതായിരുന്നു അവന്റെ വലിയ ആഗ്രഹം. ആ സ്വപ്നവും ബാക്കിയാക്കി ഈ വീട്ടിൽ കയറാതെയാണ് ഷഹബാസിന്റെ മടക്കം. വീടിൻ്റെ വെളിച്ചമാവേണ്ടിയിരുന്ന ആ ഒരു പൊന്നു മോനാണെന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കൂടി ഇല്ലാതാക്കിയിരിക്കുന്നത്, വിട പറയുകയല്ല, എല്ലാവരും കൂടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്താ പറയുക, അതുപോലെ തന്നെ ആ ഒരു സുഹൃത്തുക്കളും എല്ലാവരും പറയുന്നത് കേട്ടില്ല. അതുപോലെ 4 ആമക്കളാണ് അവർ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വേറൊരു വീട് വെക്കുന്നുണ്ട്. ആ വീടിൻ്റെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ, പണി തീരാത്തൊരു വീട് ആയിട്ട് പോവുകയാണ്. അപ്പം ആ മോൻ പരീക്ഷ കഴിഞ്ഞ്, എക്സാമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ആ മോൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് വലിയൊരാളായി ഉപ്പാൻ്റെ ബാധ്യതകളെല്ലാം തീർക്കണം, ഉപ്പാക്കൊരു സഹായം ആകണം എന്നുള്ളൊരു ഇതായിട്ടുള്ളൊരു പൊന്നു മോനായിരുന്നു. ആ പൊന്നു മോനാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്, ഈ നാരദന്മാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്തായാലും ആ പൊന്നുമോൻ്റെ ഉപ്പ പറയുന്ന ഇന്നത്തെ ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എംജാൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ഓരോ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനൽ വഴി കാണുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇത് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ്. ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ. എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോൾ ഓർക്കൊന്നുകൂടി പ്രശ്നമല്ല. കാര്യങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെൻറ്റും ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനി മുന്നോട്ട് എന്തും ചെയ്യുക. ഇന്നിപ്പോൾ അവർ 10ാം ക്ലാസ്സിൽ, നാളെ അവർ കോളേജ് ലെവലിലേക്ക് പോവുക. അത് കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഒരു മരകായുധം ചെറുത് കൊണ്ടുവന്ന് ചെയ്തു, നാളെ ഒരു തോക്ക് കൊണ്ടുവന്ന് തൊട്ട് സഹപാഠിനെ വെടിവെക്കില്ല എന്ന് ആരൊക്കെ ഉറപ്പുണ്ടോ? ആർക്കും ഉറപ്പില്ല. അപ്പോൾ പോകുന്നത് ആർക്ക്? ആ രക്ഷിതാവിന്. ആ ഉപ്പ പറയുന്നത് കേട്ടില്ല. ആ 5 പേര് ഈ വർഷം തന്നെ എക്സാം എഴുതാൻ അവർ അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ വീഴ്ച എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇതിന് ആ ഉപ്പ പറയണത് കേട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇതിന് തന്നെ അവർ ഈ അനുമതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ ഇപ്പോൾ വെറും 10ാം ക്ലാസ് ആയിട്ടുള്ളൂ, ഇനി +2 ഡിഗ്രി ആ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും ഇപ്പോൾ ചെറിയ ചെറിയ ആയുധങ്ങൾ കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. ഇനി തോക്കുകൊണ്ട് വരില്ല എന്ന് ശരിയാണ്. ആ ഉപ്പ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും പല മാരക ആയുധങ്ങൾ കൊണ്ടുവരില്ല, അതുപോലെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ പീഡിപ്പിക്കില്ല, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചിന്താഗതിയായിരിക്കും ഈ ക്രിമിനൽസിലും ഉള്ളത്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് ഇത്രമാത്രം ആ ഒരു വൈരാഗ്യ ബുദ്ധിയും അതുപോലെ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡൊക്കെ ഉണ്ട് എങ്കിൽ അവർ ഇനി വളർന്നു വരുമ്പോൾ അവർക്ക് എന്തായിരിക്കും? അതിന് കൂട്ടായിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നിയമവും അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമം ഉണ്ടെന്നുള്ള ചിന്താഗതി കൂടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിട്ടില്ലെങ്കിൽ ഇനി എന്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് ഇവർക്ക് ഇപ്പോൾ ഈ എക്സാം എഴുതാൻ ഒരിക്കലും അനുമതി കൊടുക്കരുതായിരുന്നു. ഈ ഒരു വർഷമെങ്കിലും അവരെ മാറ്റി നിർത്തേണ്ടായിരുന്നു. അവർ ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം ഈ കണ്ണടച്ച് നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് ഈ തവണയെങ്കിലും അവർക്ക് ആ ഒരു എക്സാം എഴുതുന്ന ആ ഒരു ഇതിൽ നിന്ന് ഒരു വിലക്ക് കൊടുത്തൂടെ എന്നാണ് എനിക്ക് ഈ ഉപ്പ പറഞ്ഞതുപോലെ എനിക്കും പറയാനുള്ളത്. എന്തായാലും ഉപ്പ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്ന്. കേട്ട് നോക്കൂ. ആരും കേൾക്കാനോ കഴിയുന്നില്ല. അവനെ പറഞ്ഞിട്ട് കാര്യം, അവനവൻ്റെ ജീവിത പ്രശ്നമായിട്ട് ഓടുന്ന പ്രശ്നത്തിൽ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇങ്ങനത്തെ ഓരോരോ വലിയ വിഷയങ്ങൾ വരുന്നേരം കുറഞ്ഞ ദിവസം 2-3 ദിവസം കഴിഞ്ഞു. പക്ഷേ പോയത് നമ്മൾക്ക് എന്നും ഒരു മുറിവ്. അതുകൊണ്ട് നീതിപീഠത്തിലും ഗവൺമെൻറ്റിലും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ഇനി തക്ക ശിക്ഷ കൊടുത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സ്വാധീനമുള്ള. ഇന്നലെ റെയ്ഡിന് പോയ സമയത്തും അവിടെ വീടുകളിൽ കയറി ന്യൂസ് ചെയ്യാൻ സമയത്ത് അവർ ആക്രോശിച്ച് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ വൻ നിഗൂഢതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞാനൊരു പാർട്ടിയിലാണെങ്കിൽ ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് കൊച്ചുകുട്ടികളിൽ വന്ന് അതിൻ്റെയും ഇപ്പോൾ 15 വയസ്സായി. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പൊളിച്ചെഴുതുന്ന 15 വയസ്സ് എന്നുള്ളതാക്കണം പ്രായം. അത് ഇപ്പോൾ 18 വയസ്സാണ് പറയുന്നത്. 15 വയസ്സായി കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ മേജർ കുറ്റമായിരിക്കണം. അതാണ് ജുഡീഷ്യറി ചെയ്യേണ്ടത്. അതല്ലാതെ ഇനി ഇവർ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര പക്വത ഉണ്ടെങ്കിൽ 15 വയസ്സാകുമ്പോഴേക്ക് എന്ത് ചെയ്യും ഇവിടെ? രംഗത്ത് മനുഷ്യന്മാർക്ക് അല്ലെ പൊതുജനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. ഭീഷണി സ്വരത്തിലാണ് വരുന്നത്. കാണൂല, തട്ടിക്കളയാം. സാധാരണ ഇതൊന്നും ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്ത ഇത് ശരിക്ക് ജനങ്ങൾ പ്രതികരിച്ച് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടും. സത്യമാ ഉപ്പ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആ ഒരു ഇത് തന്നെയാണ്. അല്ലാതെ ഇവരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അവരുടെ ഇതിൽ വിട്ട് കഴിഞ്ഞാൽ ഇതിന് യാതൊരു തടയുണ്ടാവില്ല. എന്താ പറയുക, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് എന്താ പറയുക, ഇനി ഇപ്പോൾ അഥവാ അറസ്റ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ 18 വയസ്സ് തികയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ജുവനൈൽ ഹോമിലാക്കുമായിരിക്കും. ജുവനൈൽ ഹോമിലാക്കിയാലും അവർക്ക് എന്താ പറയുക, നല്ല നല്ല ഭക്ഷണമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലത്തെ ന്യൂസിൽ കണ്ടു. അപ്പോൾ അവർക്കിനൊന്നും നഷ്ടപ്പെടാനില്ല. ഏറി വന്ന 3-4 മാസം അവരെ പിടിച്ച് ജുവനൈൽ ഹോമിലാക്കും. അതും വലിയ കാഠിന്യമേറിയ ശിക്ഷകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല. നല്ല സുഭിക്ഷമായ
ഭക്ഷണവും ഇതൊക്കെ ആയിരിക്കും. ഈ ക്രിമിനൽസ് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇതല്ലേ ചെയ്യുന്നത്. അവരെന്താ ചിന്തിക്കുന്നത്, നമുക്ക് അവിടെ പോയപ്പോൾ നല്ല സുഖമായിരുന്നു, നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, തിന്നു കുടിച്ച് ജീവിച്ചാൽ മതി, ഒരു ഇതും ചെയ്യണ്ട, എല്ലാതും മുന്നിൽ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ അവർ ആ ക്രിമിനൽസ് എന്താ വിചാരിക്കുക, അവർക്കിനി പുറത്തിറങ്ങിയാലും 3-4 മാസം പറയുമ്പോഴേക്കും പോകും. അവർ പുറത്തിറങ്ങിയാലും അവർ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇനി വരും തലമുറ, ഇനി അവർ പഠിക്കുന്ന വേറെ കോളേജുകളാണെങ്കിലും വേറെ പല ഇതിലാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് വരിക. അപ്പോൾ അതിനുള്ള തക്കതായ ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗ്രീഷ്മ അവർക്കൊക്കെ തൂക്കുകയറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ക്രിമിനൽസിനും ആ ഒരു തൂക്കുകയർ അങ്ങനെയുള്ള സംവിധാനം തന്നെയാണ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ദാക്ഷിണ്യം കൊടുക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തെല്ലാം ആക്ട് ഉണ്ട്, ആ ആക്ട് എല്ലാം ഇവർക്ക് മുന്നിൽ നികത്തിയിട്ട് ഇവരെ കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവരൊന്നും വളരാൻ സമ്മതിക്കരുത്. ഇവരിനി പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതല്ല, ഇതിനപ്പുറമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിമിനൽസ് ഇനി ഇതിൽ കൂടുതലായിട്ടൊന്നും ഇനി ലോകത്ത് ചെയ്യാനില്ല. ഇനി ഇവരെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നിയമവും ഇവരെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരിതിനേക്കാളും അപ്പുറത്തെ ക്രിമിനൽസായി മാറും. എന്താ പറയുക, ഇനിയുള്ള മക്കൾക്കും ഇവരുള്ള കോളേജുകളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ പോകാൻ പേടിയായിരിക്കും. അങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുള്ള പിള്ളേരാണ് ഇവർ. ഇവരെ വളരാൻ സമ്മതിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇവർക്ക് 18 വയസ്സ് തികയാത്തവരായതുകൊണ്ട് തന്നെ ഇവർക്ക് യൂണിഫോം ആയിട്ട് പോലും ഇവരുടെ അടുത്ത് പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത്രയും അതുപോലെ തന്നെ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. എന്താ പറയുക, 18 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 18 വയസ്സ് തികയാത്തവർക്ക് എന്തും ചെയ്യാമെന്നാണോ നിയമം ഉദ്ദേശിക്കുന്നത്? ഈ നിയമമൊക്കെ മാറ്റി ചിന്തിക്കണം. അപ്പോൾ അല്ലാതെ ഇങ്ങനെ അവരെ വളരാൻ സമ്മതിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ 18 വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ല, പേരൻസ് വേണം അവരുടെ കൂടെ പോകാൻ. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണ് ഈ 18 വയസ്സ് തികയാത്ത പിള്ളേരായതുകൊണ്ട് അവർക്ക് വരുന്നത്. അപ്പോൾ നിയമം എന്താ പറയുക, അവർക്ക് പിന്നെയും അവർക്ക് ദാക്ഷിണ്യമാണ് കിട്ടുന്നത്. അപ്പോൾ പോയ ആ പേരൻസിന് പോയി, ആ ഷഹബാസിൻ്റെ പേരൻസിന് പോയി, അല്ലാതെ ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇവർ ഇനിയും സമൂഹത്തിൽ ഇങ്ങനെ തന്നെ അവർ പോകും, കോടതി കയറി ഇറങ്ങും. അതുപോലെ ഇവർ ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ ഇവരുടെ മൈൻഡ് വീണ്ടും പഴയ ഇത് തന്നെയാകും. അല്ലാതെ ഇപ്പോൾ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിലും നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, വലിയ ഇതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉള്ള കൗൺസിലിംഗ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കൗൺസിലിംഗ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമം ഇവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടൊന്നും ആ പേരൻസിന് ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയെ കിട്ടുന്നില്ല. അല്ലാതെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ശിക്ഷ, അവർക്ക് അർഹിക്കുന്ന ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ചെറുത് വലുത് എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റില്ല. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഗവൺമെൻറ് നിയമം കൊടുക്കുകയാണെങ്കിൽ ഇനി വരും തലമുറകളും ഇത് കണ്ടിട്ട് ഇതിനേക്കാളും അപ്പുറം പല പ്രവർത്തികളും ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവർ ഇതാണ് ചെയ്തതെങ്കിൽ ഇനി മറ്റു പല കാര്യങ്ങളായിരിക്കും ഇവരിനി ചെയ്യുന്നത്. ഇവരെ ഈ ഒരു ഇതിലാണ് വിടുന്നതെങ്കിൽ ഇനി ഇതിനപ്പുറത്തെ കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഷഹബാസിൻ്റെ ഫാദർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷം അവരെ എക്സാം എഴുതാൻ അനുവദിക്കാതെ അവർക്ക് അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത വർഷം കൊടുക്കാമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു മനസ്സ് നോക്കുക, എഴുതിപ്പിക്കരുത് എന്നല്ല, ഈ ഒരു ഇത് കൊടുക്കാതെ ഇനി അടുത്ത വർഷം കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു വേദന തന്നെയാണ് ഷഹബാസിൻ്റെ ഫാമിലിയെ കുറിച്ച് ഓർക്കുമ്പോൾ. ആ ഷഹബാസിൻ്റെ ബ്രദറൊക്കെ കരയുന്നത് കാണുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. ന്യൂസിലും ഇതിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്തായാലും ഷഹബാസിന് നീതി ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.